ആകാശവാണി വാർത്താ വീക്ഷണം. നമ്മുടെ ഭാരതം, നമ്മുടെ അഭിമാനം. സ്വാതന്ത്ര്യത്തിന്റെ 79 വർഷങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. രാഷ്ട്രം നാളെ 80ാം സ്വാതന്ത്ര്യദിനം അത്യുത്സാഹപൂർവ്വം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം ഒരു അവകാശം മാത്രമല്ല, ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട വിശുദ്ധമായ ഉത്തരവാദിത്തമാണ് എന്ന മഹത്തായ സന്ദേശത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ചരിത്രം കുറിച്ച തീക്ഷ്ണമായ പോരാട്ടങ്ങളിലൂടെയും അസംഖ്യം ദേശസ്നേഹികളുടെ ആത്മത്യാഗങ്ങളിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് കൈമാറുന്ന ദേശീയോത്സവ ദിനമാണ് ഓഗസ്റ്റ് 15. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കുന്ന ദിവസം. അഹിംസയുടെയും സത്യഗ്രഹത്തിന്റെയും കരുത്തിൽ ജനമനസ്സുകളെ ഏകോപിപ്പിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുതൽ ധീര വിപ്ലവകാരികളും സാധാരണ ജനങ്ങളും വരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. അവരുടെ ത്യാഗത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഫലമായാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി ലോകവേദിയിൽ ഉദയം ചെയ്തത്. അതുകൊണ്ടുതന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷത്തിന്റെ ദിനം മാത്രമല്ല, കൃതജ്ഞതയുടെയും ആത്മപരിശോധനയുടെയും ദേശീയ പ്രതിജ്ഞയുടെയും ദിനം കൂടിയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിന് മുൻഗണന നൽകുന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്വാതന്ത്ര്യ സമരത്തിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമേകിയ ദേശീയ ഗീതത്തെയും അതിന്റെ മഹത്തായ പാരമ്പര്യത്തെയും ആദരിക്കുന്നു. അതോടൊപ്പം 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ യുവാക്കളുടെ പങ്കും യുവശക്തിയും തുല്യ പ്രാധാന്യത്തോടെ ആഘോഷിക്കും. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ ചരിത്രമുറങ്ങുന്ന ചുവപ്പുകോട്ടയുടെ കൊത്തളത്തിൽ ആദ്യമായി ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കും. തുടർന്ന് ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സായുധ സേനയുടെ ആദരവും ദേശഭക്തി ഗാനങ്ങളും സാംസ്കാരിക പരിപാടികളും ചേർന്ന് രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രൗഢോജ്വലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ആർമി ബാൻഡ് മീട്ടുന്ന വന്ദേ മാതരത്തിന്റെ ഈണത്തിനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് ദേശീയ ഗീതം ആലപിക്കും. അതിനുശേഷമാണ് ദേശീയ ഗാനാലാപനം. വ്യോമസേനയുടെ 2 Mi-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. ഇതിലൊരു ഹെലികോപ്റ്റർ ദേശീയ പതാകയും മറ്റൊന്ന് വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം കുറിക്കുന്ന പ്രത്യേക ബാനറും വഹിക്കും. പുഷ്പവൃഷ്ടിക്ക് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം NCC കേഡറ്റുകളും മൈ ഭാരത് വോളണ്ടിയർമാരും ചേർന്ന് ദേശീയ ഗീതമായ വന്ദേമാതരവും തുടർന്ന് ദേശീയ ഗാനവും ആലപിക്കും. ഇതോടൊപ്പം വ്യോമ പ്രദർശനവും പുഷ്പവൃഷ്ടിയും ചടങ്ങ് വർണ്ണാഭമാക്കും. വന്ദേമാതരം പ്രമേയമാക്കിയുള്ള പുഷ്പാലങ്കാരങ്ങളാൽ കൊത്തളങ്ങൾ ശോഭിക്കും. ജ്ഞാനപഥിൽ 2500ഓളം വരുന്ന NCC കേഡറ്റുകളും മൈ ഭാരത് വോളണ്ടിയർമാരും വന്ദേമാതരം എന്ന രൂപത്തിൽ അണിനിരക്കും. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ യുവശക്തി എന്നതാണ് ആഘോഷങ്ങളുടെ രണ്ടാമത്തെ പ്രധാന പ്രമേയം. 2026 അന്താരാഷ്ട്ര ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ മെഡൽ നേടിയ 19 വിദ്യാർത്ഥികളെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം യുവ സംരംഭകർ, PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലെ ഇന്റേണുകൾ, സ്റ്റാർട്ടപ്പുകൾ, PM കൗശൽ വികാസ് യോജന ട്രെയിനികൾ, മൈ ഭാരത് വോളണ്ടിയർമാർ, വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. മത്സരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം ഡൽഹി സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി സംഭാവന നൽകിയ വിവിധ വിഭാഗങ്ങളെയും ആഘോഷങ്ങളിൽ ആദരിക്കും. വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്യുന്ന 5000ഓളം വിശിഷ്ട വ്യക്തികൾക്ക് ആഘോഷ പരിപാടികളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. PM മുദ്ര പദ്ധതിയിലൂടെ വളർന്ന വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, നവീന ആശയക്കാർ, ഭാരത് ടാക്സി സാരഥികൾ, PM സൂര്യഘർ, വിശ്വകർമ്മ, ശ്രം യോഗി മാൻധൻ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, കർഷകർ, അന്താരാഷ്ട്ര യോഗ ദിന വോളണ്ടിയർമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച് 1500-ലധികം ക്ഷണിതാക്കൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മറ്റുള്ളവരുടെ ജീവിത സ്വപ്നം പൂവണിയാൻ രാപ്പകലില്ലാതെ പ്രയത്നിക്കുന്ന നിശബ്ദ സേവകരും ഇത്തവണത്തെ പ്രത്യേക അതിഥികളുടെ പട്ടികയിലുണ്ട്. കേരളത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കും.
തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്നതിനൊപ്പം പൊതുജന പങ്കാളിത്തത്തിലൂടെ ദേശീയ ബോധവും അഭിമാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 9 ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ഇന്ത്യൻ വ്യോമസേന ബാൻഡ് സംഗീത പരിപാടി അവതരിപ്പിച്ചു. ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ ഈണങ്ങളും കോർത്തിണക്കിയ മനോഹര സംഗീത വിരുന്ന് പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. വീടുകളിൽ ദേശീയ പതാക ഉയർത്താൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ബഹുജന പ്രസ്ഥാനമായ ഹർ ഘർ തിരംഗ രാജ്യമെമ്പാടും ആവേശപൂർവ്വം പുരോഗമിക്കുന്നു. അനേകം ദേശസ്നേഹികളുടെ ആത്മത്യാഗത്തിന്റെയും അക്ഷീണ പോരാട്ടത്തിന്റെയും ഫലമായി ഇന്ത്യ നേടിയെടുത്ത അമൂല്യ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഓരോ തലമുറയിലേക്കും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട ജനകീയ സംരംഭമാണിത്. രാജ്യത്തിനായി എപ്പോഴും മികച്ച സംഭാവനകൾ നൽകാൻ ദേശീയ പതാക നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 180-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ അതിനായി സമർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഓഗസ്റ്റ് 9 തുടങ്ങി 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി അഭിമാനപൂർവ്വമാണ് ഹർ ഘർ തിരങ്കയിൽ പങ്കാളികളാകുന്നത്. പതാക ഉയർത്തിയ ശേഷമുള്ള പ്രൗഢോജ്വലമായ ചിത്രങ്ങളും സെൽഫികളും harghar-tiranga.com എന്ന വെബ്സൈറ്റിൽ പങ്കുവച്ച് സർട്ടിഫിക്കറ്റുകൾ നേടാവുന്നതാണ്. പ്രചാരണത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കും. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി സൂര്യപഥ് തിരങ്ക എന്ന പുതിയ മുൻനിര സംരംഭത്തിന് തുടക്കമിട്ടു. ലോകമെമ്പാടുമായി പ്രതീകാത്മക തിരങ്ക ഡിജിറ്റൽ റിലേ ആയിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കിഴക്കൻ രാജ്യങ്ങളിലെ ആദ്യ സൂര്യോദയത്തോടെ ആരംഭിക്കുന്ന റിലേ പടിഞ്ഞാറോട്ട് തുടരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ പകൽ വെളിച്ചത്തിന്റെ പാത പിന്തുടർന്ന് ക്രമത്തിൽ ദേശീയ പതാക ഉയർത്തും. ഓഗസ്റ്റ് 15 ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഫിജിയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന റിലേ പടിഞ്ഞാറ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സമാപിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെയും നയതന്ത്ര കാര്യാലയങ്ങളുടെയും പങ്കാളിത്തം ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ദേശീയ പതാക ഉയർത്തുക എന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിക്കുകയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രവർത്തനമാണ്. ഭാഷയുടെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങൾക്കിടയിലും ഒരൊറ്റ രാഷ്ട്രം എന്ന ബോധം വളർത്താൻ ഈ സംരംഭം സഹായിക്കുന്നു. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നടന്ന തിരങ്ക റാലിയിൽ 1200 മീറ്റർ നീളമുള്ള കൂറ്റൻ ദേശീയ പതാക പ്രധാന ആകർഷണമായി. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഈ ക്വിസിൽ ഓഗസ്റ്റ് 15 വരെ പൗരന്മാർക്ക് പങ്കാളികളാകാം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ വിഭജന കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും പലായനങ്ങളും അനുസ്മരിക്കുന്നതിനായി ഇന്ന് രാജ്യമൊട്ടാകെ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡോക്യുമെന്ററി പ്രദർശനം, അനുസ്മരണ ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായി ആചരിക്കുമെന്ന് 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. രാഷ്ട്രം 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ഡിജിറ്റൽ നവീകരണം തുടങ്ങി സമസ്ത മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച പ്രതാപത്തോടെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധനാകേണ്ട സമയമാണിത്. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം തലമുറകളിലേക്ക് പകർന്നു നൽകുകയും വികസിതവും സമത്വാധിഷ്ഠിതവും മാനവികതയിൽ അധിഷ്ഠിതവുമായ ഇന്ത്യയെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നതാകട്ടെ നമ്മുടെ പ്രതിജ്ഞ. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിനം ദേശസ്നേഹവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്ന മറക്കാനാവാത്ത അനുഭവമാണ്. അഭിമാനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എന്റെ രാജ്യം, എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ ഹൃദയത്തിലും ജ്വലിക്കട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.